നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളെ നോക്കി ഒരു കള്ളം പറയുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് ആ ഒരു നുണ കാരണമായേക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ബോധിവഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം പലതരത്തിലുള്ള മനുഷ്യരെ കാണാറുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ചിലർ സ്നേഹം അഭിനയിക്കും, ചിലർ സത്യസന്ധത നടിക്കും. എന്നാൽ ഒരാൾ നമ്മളോട് പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിനെക്കുറിച്ച് ആചാര്യ ചാണക്യൻ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ ചാണക്യനീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരാളുടെ മുഖഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവർ നുണ പറയുകയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം ലോകം വഞ്ചനകൾ നിറഞ്ഞതാണ്. ചാണക്യൻ പറയുന്ന ഈ 7 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ആർക്കും നിങ്ങളെ അനായാസം പറ്റിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും ബന്ധങ്ങളിലും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് പോലും വിട്ടുപോകാതെ ശ്രദ്ധിച്ചു കേൾക്കുക. ആചാര്യ ചാണക്യൻ ഒരു മഹാനായ ദാർശനികനും ബുദ്ധിമാനുമായ രാഷ്ട്രീയ തന്ത്രജ്ഞനുമായിരുന്നു. മനുഷ്യമനഃശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു. ചാണക്യൻ തന്റെ ശ്ലോകങ്ങളിലൂടെ ഇപ്രകാരം പറയുന്നു: യഥാ ചതുർഭിഃ കനകം പരീക്ഷത്തെ നിഘർഷണച്ഛേദന താപതാടനൈഃ തഥാ ചതുർഭിഃ പുരുഷഃ പരീക്ഷത്തെ ത്യാഗേന ശീലേന ഗുണേന കർമ്മണ. അതായത്, സ്വർണത്തെ ഉരച്ചുനോക്കിയും മുറിച്ചുനോക്കിയും ഉരുക്കിയും അടിച്ചും എങ്ങനെയാണോ അതിന്റെ പരിശുദ്ധി പരിശോധിക്കുന്നത്, അതുപോലെ ഒരു മനുഷ്യനെ അവന്റെ ത്യാഗം, സ്വഭാവം, ഗുണം, പ്രവൃത്തി എന്നിവയിലൂടെ വേണം വിലയിരുത്താൻ. ഇതിലൂടെ ഒരാൾ സത്യസന്ധനാണോ എന്ന് നമുക്ക് കണ്ടെത്താം. ഇനി നമുക്ക് കള്ളം പറയുന്നവരെ തിരിച്ചറിയാനുള്ള ആ 7 തന്ത്രങ്ങളിലേക്ക് കടക്കാം. 1. കണ്ണുകളിലെ മാറ്റങ്ങൾ. ഐ കോൺടാക്റ്റ്. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കുക. ചാണക്യനീതി പ്രകാരം സത്യം പറയുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ യാതൊരു ഭയവുമുണ്ടാവില്ല. എന്നാൽ കള്ളം പറയുന്ന ഒരാൾക്ക് തന്റെ നോട്ടം ഒരു സ്ഥലത്തുറപ്പിച്ചു നിർത്താൻ കഴിയില്ല. അവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ താഴേക്കോ വശങ്ങളിലേക്കോ നോക്കുന്നത് കാണാം. അവരുടെ കണ്ണുകളിൽ ഒരുതരം അസ്വസ്ഥത പ്രകടമായിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ അവർ കണ്ണിമ ചിമ്മുന്നതിന്റെ വേഗത കൂടുകയാണെങ്കിൽ അവരെന്തോ ഒളിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാം. കള്ളം പറയുന്നവരുടെ കണ്ണുകൾ അവരുടെ മനസ്സിന്റെ ഭയത്തെ പുറത്തുവിടും. 2. അനാവശ്യമായ വിശദീകരണങ്ങൾ. ടൂ മച്ച് ഇൻഫർമേഷൻ. നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾ പോലും വള്ളിപുള്ളി വിടാതെ വിശദീകരിക്കാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ സംശയിക്കേണ്ടതുണ്ട്. സാധാരണയായി സത്യം പറയുന്നവർ കാര്യങ്ങൾ ലളിതമായി പറയും. എന്നാൽ നുണ പറയുന്നവർ ആ നുണയെ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഥകൾ മെനയുന്നു. അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകി നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിരിക്കും അവരുടെ ശ്രമം. ചാണക്യൻ പറയുന്നു, അമിതമായ സംസാരം പലപ്പോഴും സത്യത്തെ മറയ്ക്കാനുള്ള ഒരു ആയുധമാണ്. സത്യം എന്നും വ്യക്തവും ലളിതവുമായിരിക്കും. 3. ശരീരഭാഷയിലെ അസ്വാഭാവികത. ബോഡി ലാംഗ്വേജ്. വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് കള്ളം പറയാൻ എളുപ്പമാണ്, എന്നാൽ ശരീരമൊരിക്കലും കള്ളം പറയില്ല. ഒരാൾ നുണ പറയുമ്പോൾ അയാളുടെ ഉപബോധ മനസ്സ് സമ്മർദ്ദത്തിലായിരിക്കും. ഈ സമ്മർദ്ദം അവരുടെ ശരീരഭാഷയിൽ മാറ്റങ്ങൾ വരുത്തും. ഉദാഹരണത്തിന്, സംസാരിക്കുമ്പോൾ കൈകൾ കൂട്ടിത്തിരുമുക, മൂക്കിലോ കഴുത്തിലോ അനാവശ്യമായി തൊടുക, കാലുകൾ വിറപ്പിക്കുക എന്നിവയെല്ലാം ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണങ്ങളാണ്. ഒരാൾ പറയുന്ന വാചകങ്ങളും അയാളുടെ ആംഗ്യങ്ങളും തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ അയാൾ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കാം. 4. മുഖഭാവത്തിലെ മാറ്റങ്ങൾ. മൈക്രോ എക്സ്പ്രഷൻസ്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. ഒരാൾ നുണ പറയുമ്പോൾ അയാളുടെ മുഖത്ത് നിമിഷനേരത്തേക്ക് ചില ഭാവങ്ങൾ വന്നുപോകും. ഒരുപക്ഷെ അതൊരു ചെറിയ പേടിയാകാം, അല്ലെങ്കിൽ ചെറിയൊരു ചിരിയാകാം. തന്റെ നുണ മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്ന ഭയം അവരുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികളായോ അല്ലെങ്കിൽ വായ വരണ്ടുപോകുന്നതിലൂടെയോ പ്രകടമായേക്കാം. പ്രത്യേകിച്ച് അവർ കള്ളം പറഞ്ഞ ഉടനെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളത് വിശ്വസിച്ചോ എന്നുറപ്പുവരുത്താൻ ശ്രമിക്കും. ഈ ഒരു നിമിഷത്തെ നിരീക്ഷണം അവരെ പിടികൂടാൻ നിങ്ങളെ സഹായിക്കും. 5. ചോദ്യങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ. ഡിഫൻസീവ്നെസ്. നിങ്ങൾ ഒരാളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരികയോ അല്ലെങ്കിൽ നീ എന്നെ സംശയിക്കുകയാണോ എന്ന് തിരിച്ചു ചോദിക്കുകയോ ചെയ്താൽ അതൊരു വലിയ സൂചനയാണ്.
സത്യസന്ധനായ ഒരു വ്യക്തി നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ശ്രമിക്കും. എന്നാൽ കള്ളം പറയുന്നവൻ പ്രതിരോധത്തിലാവും. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കും. ചാണക്യൻ പറയുന്നതുപോലെ, സത്യത്തെ ഭയമില്ലാത്തവൻ ശാന്തനായിരിക്കും, എന്നാൽ തെറ്റ് ചെയ്തവൻ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. 6. സംസാരത്തിലെ താളം തെറ്റൽ, സ്പീച്ച് പാറ്റേൺ. ഒരാൾ പെട്ടെന്ന് കള്ളം പറയുമ്പോൾ അവരുടെ സംസാരത്തിന്റെ വേഗതയിൽ മാറ്റം വരാം. ചിലർ വളരെ വേഗത്തിൽ സംസാരിച്ചു തീർക്കാൻ ശ്രമിക്കും. മറ്റു ചിലർ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടയും. സംസാരിക്കുന്നതിനിടയിൽ അനാവശ്യമായ ഇടവേളകൾ എടുക്കുന്നതും അത് പിന്നെ എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതും അവർ ആ നുണ അപ്പോൾ മെനഞ്ഞെടുക്കുകയാണെന്നതിന്റെ ലക്ഷണമാണ്. ചാണക്യനീതിപ്രകാരം വാക്കുകളിലെ വ്യക്തത സത്യസന്ധതയുടെ അടയാളമാണ്. 7. അമിതമായ വിനയം, എക്സസീവ് ഫ്ലാറ്ററി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അതിവിനയം ധൂർത്തലക്ഷണം എന്ന്. അതായത്, ഒരാൾ നിങ്ങളോട് അമിതമായി വിനയം കാണിക്കുകയും നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളിൽ നിന്ന് എന്തോ നേടിയെടുക്കാനുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്തോ മറയ്ക്കുന്നുണ്ട്. നുണ പറയുന്നവർ നിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കും. അവരുടെ മധുരമായ വാക്കുകളിൽ നിങ്ങൾ വീണുപോയാൽ അവർക്ക് നിങ്ങളെ വഞ്ചിക്കാൻ എളുപ്പമാവും. ചാണക്യന്റെ തന്ത്രപ്രകാരം ഒരാളുടെ പുകഴ്ത്തലുകളിൽ വീഴാതെ അയാളുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. സുഹൃത്തുക്കളെ, ചാണക്യൻ നൽകുന്ന ഈ ഉപദേശങ്ങൾ കേവലം മറ്റുള്ളവരെ സംശയിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് വഞ്ചനകൾ നിറഞ്ഞ ഈ ലോകത്ത് നമ്മളെ തന്നെ സംരക്ഷിക്കാനുള്ളൊരു കവചമാണ്. നമ്മൾ ഒരാളെ അന്ധമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ വിവേകം പണയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനവും മറ്റുള്ളവരുടെ വാക്കുകളെ മാത്രം ആശ്രയിച്ചാകരുത്, മറിച്ച് നമ്മുടെ നിരീക്ഷണ പാടവത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും വേണം കാര്യങ്ങളെ വിലയിരുത്താൻ. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ചെവികൾ നൽകിയ പ്രകൃതി അത് തിരിച്ചറിയാൻ വലിയൊരു ബുദ്ധി കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. ബുദ്ധിയുള്ളവൻ ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല, എന്നാൽ ആരെയും അനാവശ്യമായി വെറുക്കുകയുമില്ല. അവൻ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു, പഠിക്കുന്നു, അതിനുശേഷം മാത്രം തീരുമാനങ്ങളെടുക്കുന്നു. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നവർക്ക് മാത്രമേ ദീർഘകാലം നിലനിൽക്കാൻ കഴിയൂ. കള്ളം കൊണ്ട് കെട്ടിപ്പടുക്കുന്ന കോട്ടകൾ ഒരു ചെറിയ സത്യത്തിന്റെ കാറ്റേറ്റാൽ തകർന്നു വീഴുന്നവയാണ്. ഒരാൾ നിങ്ങളോടൊരു കള്ളം പറയുമ്പോൾ അയാൾ നിങ്ങളെ മാത്രമല്ല, അയാളുടെ തന്നെ വ്യക്തിത്വത്തെയാണ് വഞ്ചിക്കുന്നത്. ഒരു നുണയെ മറച്ചുപിടിക്കാൻ നമുക്ക് മറ്റായിരം നുണകൾ പറയേണ്ടിവരും. അത് മനസ്സിന്റെ സമാധാനം കെടുത്തുകയും ഭയത്തിനടിമയാക്കുകയും ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വഞ്ചനകളിൽ നിന്ന് രക്ഷ നേടാനുള്ള വിദ്യകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിൽ സത്യസന്ധതയുടെ പാത പിന്തുടരാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാരണം സത്യമെന്ന അടിത്തറയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിന് മാത്രമേ പ്രതിസന്ധികളിൽ തകരാതെ നിൽക്കാൻ സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും വാക്കുകളിൽ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ ഇത്തരം സൂചനകളിലൂടെ ആരെയെങ്കിലും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അത് മറ്റുള്ളവർക്കും ഒരു പാഠമായേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. കൂടുതൽ ജീവിതപാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി ബോധി വഴികൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും പ്രാധാന്യമുള്ള നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരെ ഓരോ നിമിഷവും അറിവോടെയും ജാഗ്രതയോടെയും ജീവിക്കുക. നന്ദി.